അപ്പോൾ മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് പല മനുഷ്യർക്കും പല ലക്ഷ്യമാണെങ്കിലും ഒരു പ്രധാനമായിട്ട് മനുഷ്യൻ എന്ന് പറയുമ്പോൾ വ്യക്തി വരുമ്പോഴാണ് വ്യക്തിയുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് കോമൺ ആയിട്ടുള്ളതാണ്. പറയൂ, എന്താണ് മനുഷ്യൻ എന്ന് പറയുന്ന ആ ജന്തുവിനെ, ജീവി ജന്തു എന്ന് പറയാനും തെറ്റില്ല. മനുഷ്യനെ ഒരു ജന്തുവായി തന്നെ കണ്ടാൽ മതി. മനസ്സുള്ള ജന്തുവാണ് മനുഷ്യൻ. നമ്മളൊരു ചർച്ചയിൽ വരുമ്പോഴേ നമ്മൾ ഈ വാക്കുകളൊക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അല്ല, സ്റ്റാൻഡേർഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ജന്തുവും ജീവിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ജീവജാലം എന്ന് പറയാൻ പറ്റും. ജീവിജാലം എന്ന് പറയുന്നുണ്ടെങ്കിലും ജന്തു എന്ന് പറയുന്നതും ജീവി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് ഷഡ്പദങ്ങളോ ഉറുമ്പ് അല്ലെങ്കിൽ ചെറിയ സാധനങ്ങൾ. മനുഷ്യന് ജന്തു എന്ന് പറയാൻ പറ്റില്ലേ? ജന്തു പറയാൻ പറ്റില്ല. ബന്ധപ്പെട്ട് അവന് അല്ല, മനുഷ്യൻ എന്ന് പറയുന്നത് ജന്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേണ്ട, ജന്തു എന്ന് പറയണ്ട. മനസ്സുള്ളത് കൊണ്ട് മനുഷ്യൻ എന്ന് പറയും. മനസ്സുള്ളത് കൊണ്ടാണ് മനുഷ്യൻ. ഈ മനസ്സിൻ്റെ സന്തോഷം ദുഃഖം ഈ രണ്ടുമാണ് ഒരു മനുഷ്യനുള്ളത്. മനസ്സിൻ്റെ സന്തോഷം ദുഃഖം. അപ്പോൾ ഈ മനസ്സിൻ്റെ സന്തോഷം എങ്ങനെ അവനുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മനുഷ്യൻ്റെ സന്തോഷത്തെ പറ്റി. പക്ഷെ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറ്റി പഠിക്കാനാണ് പ്രയാസമുള്ളത്. മനുഷ്യനൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അത് പരിഹരിക്കേണ്ടി വരുന്നത്, അല്ലേ? അപ്പോൾ മനുഷ്യനുണ്ടാകുന്ന ദുഃഖം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യമാണ് ലോകത്തിലെ എല്ലാ സൈക്കോളജികളും പരിശോധിക്കുന്നത്. ദാർശനികന്മാരും ബുദ്ധിജീവികളും. സത്യത്തിൽ നെൽസന്റെ അഭിപ്രായത്തിൽ ദുഃഖം എന്നുള്ളതുണ്ടോ? ദുഃഖം ഉണ്ടല്ലോ, അതിന് സംശയമില്ല. സന്തോഷമുണ്ട്. അതിൽ മനുഷ്യന് മാത്രമേ ഇതുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദുഃഖവും സന്തോഷവും ഉണ്ടല്ലോ. ഈ ഒരു വികാരം, ദുഃഖം എന്ന് പറയുന്ന വികാരവും സന്തോഷം എന്ന് പറയുന്ന വികാരവും മനുഷ്യരിൽ മാത്രമുള്ളതാണ്. നമ്മുടെ ചർച്ച ഇപ്പോൾ അതായതുകൊണ്ട് നമ്മൾ മറ്റേ ചർച്ചയിലേക്ക് കിടക്കണ്ട. മൃഗങ്ങൾക്കുണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയിലേക്ക് കിടക്കണം. അത് അംഗീകരിക്കുന്നു, അംഗീകരിക്കുന്നു. അതായത് മനുഷ്യന്റെ സുഖത്തിന്റെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും കാരണം അല്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം, അത് എന്താണ് അതിന്റെ വഴികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അതിനെ കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. അതെ, മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണെന്ന് പറയുന്നുണ്ട്. ഇതര ജീവജാലങ്ങളെ പോലുള്ള ഒരു സമൂഹ ജീവിയല്ല മനുഷ്യൻ. മനുഷ്യനിൽ സ്വാർത്ഥതയുണ്ട്. ഞാനെന്ന പോലെ അഹങ്കാരം, അഹന്ത, അഹം, ഇത് മൂന്നും മനുഷ്യനിലുണ്ട്. ഇത് മൂന്നുമുള്ള മനുഷ്യനെ ഉണ്ടാകുമ്പോഴാണ് അവിടെ സന്തോഷവും ദുഃഖവും ഉണ്ടാകുന്നത്. സന്തോഷവും ദുഃഖവും ഇല്ലാത്ത അവസ്ഥ ഒരു ആത്മീയ തലത്തിലേക്ക് പലരും പറയാറുണ്ട്. പക്ഷെ സത്യത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ഒരു പദമറയാണ്. ആ പദം ശരിക്കും സ്വീകരിക്കാവുന്ന പദമല്ല. എന്താ കാരണം എന്താ വെച്ചാൽ അതിൽ യുക്തിയില്ല, അതിൽ ചിന്തയില്ല, അതിൽ അറിവില്ല, അതിൽ വിജ്ഞാനമില്ല. അതിൽ അറിവില്ല. ആത്മീയതയിൽ അറിവില്ല. ആത്മീയതയിൽ സ്വയമായിട്ടുള്ള അവബോധമുണ്ട്. സ്വയമായിട്ടുള്ള അവബോധമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അവബോധമുള്ള ഒരാളെ ബുദ്ധനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ കാര്യം? അവരൊക്കെ ശരിക്കുള്ളവരാണോ അല്ലേ എന്നുള്ളത് പോലും നമുക്കറിയില്ല. അപ്പോൾ പിന്നെ അവരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു തർക്കം കൊണ്ടുവന്നുകൊണ്ട് എന്താ കാര്യം? ബുദ്ധനെയോ ക്രിസ്തുവിനോ നബീനെയോ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു തർക്കം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെന്താ അർത്ഥമില്ല? അവരുണ്ടായവരാണോ ഇല്ലാത്തവരാണോ? അവർ ചരിത്ര പുരുഷന്മാരല്ല. നമ്മൾ ഇപ്പോൾ സോക്രട്ടീസ് എന്ന് പറഞ്ഞു, അതൊരു ചരിത്ര പുരുഷനായിട്ടാണ് പറയുന്നത്. അതിനാർക്കും തർക്കമില്ല. അത് ചിന്തയുണ്ട്. സോക്രട്ടീസ് പറഞ്ഞ കാര്യങ്ങളിൽ ചിന്തയുണ്ട്, യുക്തിയുണ്ട്. ചിന്തയും യുക്തിയുമുണ്ട്. അതേസമയം ഈ ചിന്തയും യുക്തിയും ഇല്ലാത്തതാണ് ആത്മീയത. ആത്മീയതയിൽ ചിന്തയില്ല, യുക്തിയില്ല. അതിലുള്ളത് അന്ധമായ വിശ്വാസം മാത്രമാണ് ആത്മീയതയിൽ. ഇതിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിനെയും ബുദ്ധനെയും കുറിച്ച് പറഞ്ഞില്ലേ?
ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഇവിടെ ക്രിസ്തുവിന്റെ മതം പ്രചരിപ്പിക്കുന്നത് ഏകദേശം താങ്കൾ പറയുന്ന അതേ രീതിയിൽ തന്നെയാണ്. യുക്തിയില്ലാത്ത ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പോകുന്നതാണ്. പക്ഷെ ബുദ്ധൻ നമ്മള് ബുദ്ധനെ ന്യായീകരിക്കാനോ ഈ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാനോ അല്ല പറയുന്നത്. അല്ല, ഇത് അതായത് എൻ്റെ അഭിപ്രായത്തില് 500 വർഷം മുൻപ് നടന്ന കാര്യങ്ങളൊന്നും യുക്തിക്ക് നിരക്കാവുന്നതല്ല. നടന്നു എന്ന് പറയുന്നത് 500 വർഷങ്ങൾക്ക് മുൻപ് നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ യുക്തിക്ക് നിരക്കുന്നതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. അതായത് ഈ ബുദ്ധന്റെ സിസ്റ്റത്തില് ടെക്നിക്ക് എന്നാണ് ബുദ്ധനെ ഉദ്ദേശിച്ചത്. ബുദ്ധൻ അതായത് ഇവിടെ നമ്മളെ ആ സിദ്ധാന്തത്തിന് എടുക്കുക, ബുദ്ധന്റെ സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിലേക്ക് അതിന് മുൻപ് പറയണല്ലോ. അതായത് നിങ്ങൾ ബുദ്ധന്റെ സിദ്ധാന്തത്തിലേക്ക് പോയിട്ടില്ല, അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അങ്ങനെ വിചാരിക്കരുത്. ഈ ലോകത്തില് ബുദ്ധന്റെ മനസ്സ് അറിഞ്ഞ ഏറ്റവും വലിയ ആള് ഞാനാണ്. ബുദ്ധൻ എന്താ പറഞ്ഞെന്നുള്ളതിനും ബുദ്ധൻ എന്ന ആശയം ലോകത്തിൽ നിൽക്കുന്നുണ്ടല്ലോ, ആ ആശയത്തെ കുറിച്ച് എനിക്ക് ഒരു നല്ല അറിവുണ്ട്. എന്താണ് നിങ്ങളുടെ അറിവ് ബുദ്ധനെ കുറിച്ചുള്ള? ബുദ്ധൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് പറയാമോ? ബുദ്ധൻ കണ്ടുപിടിച്ചത് ദുഃഖത്തിന്റെ കാരണമാണ് കണ്ടുപിടിച്ചത്. ദുഃഖത്തിന്റെ കാരണം കണ്ടുപിടിച്ച ആളാണ് ബുദ്ധൻ. യേശു സ്നേഹം എന്ന വാക്കാണ് കണ്ടുപിടിച്ചത്. സ്നേഹം എന്ന വാക്ക് കണ്ടുപിടിച്ച ആൾ യേശുവാണ്. നബി എന്താണ് കണ്ടുപിടിച്ചത് എനിക്കറിയില്ല. നബി സത്യം പറഞ്ഞാൽ ഈ ലോകത്തെ നശിപ്പിക്കാൻ വന്ന ഒരു കഥയാണ്. ലോകത്തെ നശിപ്പിക്കാൻ വന്ന കഥയാണ് നബി. അല്ല, അത് അങ്ങനെ പറയുന്നത് തെറ്റില്ല, അങ്ങനെ പറയാം. അപ്പൊ നബീനെ അവിടെ നീക്കി നിർത്താം. നബി ആരെങ്കിലും ആയിക്കോട്ടെ, അത് ചരിത്ര പുരുഷനല്ല എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് അവിടെ നീക്കി നിർത്താം നബീനെ. ഇനി ക്രിസ്തുവിനെ നമുക്ക് സ്നേഹം എന്ന ഒരു ആശയം കൊണ്ടുവന്ന വ്യക്തി എന്ന നിലയിൽ മാത്രം സ്വീകരിക്കാം. എങ്കിലും ക്രിസ്തുവിനെ നമുക്ക് മാറ്റി നിർത്തിയിട്ടില്ല. ബുദ്ധന്റെ ആശയത്തിനോട് കൂടിയിട്ട് ബുദ്ധന്റെ ആശയം എന്ന് പറയുന്നത് സത്യമേവ ജയതേ എന്നാണ് അയാൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ആശയം. എന്താണ് സത്യം, എന്താണ് ദുഃഖം, സന്തോഷം ദുഃഖം. സന്തോഷം എന്താണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. അതായത് സന്തോഷത്തിന് ഇനിയൊരു മറുമരുന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നതന്നെയാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് നമ്മളൊരു ഐസ് കട്ട നമ്മുടെ ശരീരത്തിൽ വയ്ക്കണം, നമുക്ക് തണുപ്പുണ്ടാവും. ഒരു തീപ്പെട്ടി കൊള്ളി കൊണ്ട് നമ്മൾ കത്തിച്ച തീപ്പെട്ടി കൊള്ളി നമ്മുടെ കയ്യിൽ വെക്കണം, അത് ചൂടുണ്ടാവും. അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകങ്ങൾ എഴുതണ്ട. സന്തോഷം എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകങ്ങൾ രചിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പക്ഷേ ബുദ്ധൻ ദുഃഖം സന്തോഷം കണ്ടുപിടിക്കല്ലേ ചെയ്തത്. ബുദ്ധൻ ദുഃഖത്തിൽ നിന്ന് എങ്ങനെ മോചിതനായി, അല്ല അയാൾ എങ്ങനെ മോചിതനായി എന്നുള്ളത് നമ്മൾ നോക്കണം. അല്ല, നമ്മളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രസക്തിയില്ല. ബുദ്ധനെ പറ്റി എന്തെങ്കിലും ബുദ്ധന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം ബുദ്ധൻ നമുക്ക് നൽകിയത് എന്താണെന്നുള്ളതാണ്. ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബുദ്ധന്റെ എഴുതിയ പുസ്തകങ്ങളോ കാര്യങ്ങളൊന്നുമല്ല. ബുദ്ധൻ ഈ ദുഃഖത്തിൽ നിന്ന് മനുഷ്യന് മോചനം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം കിട്ടാനായിട്ട്, ഈ ആഗ്രഹങ്ങൾ നടക്കാതെ വരുന്നതാണ് ദുഃഖത്തിന്റെ മെയിൻ കാരണം. ഒരിക്കലല്ല. ഞാൻ സമർത്ഥിക്കാൻ വരുന്ന വിഷയം ആഗ്രഹം ഉള്ളതാണ് ദുഃഖം ഉണ്ടാക്കുന്നത്. ആഗ്രഹങ്ങളാണ് ദുഃഖം, അല്ല ആഗ്രഹങ്ങളല്ല ദുഃഖം ഉണ്ടാകുന്നത്, ആഗ്രഹം ഇല്ലായ്മയാണ് ദുഃഖം ഉണ്ടാക്കുന്നത്. അത് ഒരു തെറ്റായ ധാരണ തെറ്റല്ല. എനിക്ക് സമർത്ഥിക്കാനുള്ള വിഷയം അതാണ്. ആഗ്രഹമാണ് ദുഃഖം ഉണ്ടാക്കുന്നത്. ആഗ്രഹം ദുഃഖം ഉണ്ടാക്കുന്നില്ല, ആഗ്രഹം ഇല്ലായ്മയാണ് ദുഃഖം ഉണ്ടാക്കുന്നത്. ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹത്തിന്റെ മേലെ നമ്മൾ പ്രതീക്ഷ കൊണ്ടുകൊണ്ട് നടക്കല്ലേ, അപ്പൊ അവിടെ ദുഃഖം വരുന്നില്ലല്ലോ. ആഗ്രഹം നടക്കാതിരിക്കുന്ന ദുഃഖമല്ല. ഞാനൊരു കാര്യം പറ്റേ, ഒരു എട്ടുകാലി എത്ര പ്രാവശ്യം ചാടിയിട്ടാണ് അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നത്. അപ്പൊ അതിന് ലക്ഷ്യം അവിടെ നടപ്പാവും. അപ്പോൾ അവിടെ ആഗ്രഹം ശേഷിക്കുന്നുണ്ട്. ആഗ്രഹം ഇല്ലെങ്കിൽ അതിന് ഒരു പ്രാവശ്യം ചാടാൻ പറ്റുള്ളൂ, രണ്ടാമത് ചാടാൻ പറ്റില്ല. മനസ്സില്ലാത്ത എട്ടുകാലിക്ക് എങ്ങനെ ആഗ്രഹം ഉണ്ടാവണം? അല്ല, പ്രകൃതിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ പ്രകൃതിയുടെ സിസ്റ്റത്തിലാണ് പോകുന്നത്. അതിന് മനസ്സൊന്നുമില്ല. മനസ്സ് വേണമെന്നില്ല, മനസ്സില്ലാതാനും. പക്ഷെ പ്രകൃതിയുടെ സിസ്റ്റം അനുസരിച്ച് അതിനെ ഒരു പ്രാവശ്യമല്ല വീണ്ടും ചാടാനുള്ള ഒരു ടെൻഡൻസി അതിന് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇനി വേറെ കാര്യം ചോദിക്കില്ല, മനുഷ്യന് മനസ്സുണ്ടെന്ന് എങ്ങനെ പറയുന്നത്?
മനുഷ്യന് മനസ്സുണ്ടെന്ന് പറയുന്നത് അവൻ്റെ സന്തോഷവും ദുഃഖം കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. അവൻ്റെ സന്തോഷവും ദുഃഖവും ഉണ്ടല്ലോ, ഇത് രണ്ടും കാണുമ്പോഴാണ് അവന് മനസ്സുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. അതിനേക്കാളുപരി മനുഷ്യന് മനസ്സുള്ളത് കൊണ്ടാണല്ലോ ചിന്തിക്കാൻ പറ്റുന്നത്. അല്ല, ചിന്തയുണ്ടായത് കൊണ്ടാണ് മനസ്സുണ്ടാവുന്നത്. മനസ്സുണ്ടെന്ന് പറയുന്നത് അതെ, മനസ്സുണ്ടെന്ന് മനസ്സിലാവുന്നത് ചിന്തയുള്ളത് കൊണ്ടാണ്. അത് വലിയ പോയിന്റാണ്. അത് ശരിയാ, വലിയ പോയിന്റല്ല. അതായത് മനസ്സ് ഉണ്ടെന്ന് ഉള്ളത് കൊണ്ടാണ് ചിന്തയുണ്ടെന്ന് പറയാൻ കഴിയുന്നത്. അത് ശരിയാ. അപ്പൊ അവിടെ വാല്യൂ നിൽക്കുന്നത് ചിന്തയേക്കാളും മനസ്സിനാണ്. അതുള്ളത് കൊണ്ടാണ് ചിന്ത ഉണ്ടാവുന്നത്. മനസ്സുള്ളത് കൊണ്ടാണ് ചിന്ത ഉണ്ടാവുന്നത്. അപ്പൊ മനസ്സിനാണ് പ്രാധാന്യം. മൃഗങ്ങൾക്ക് ചിന്തയില്ല, അതുകൊണ്ട് മനസ്സുമില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വികാരങ്ങളില്ല. അല്ല, അവർക്ക് അവരുടെ മറ്റു കാര്യങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതിനല്ലാണ്ട് വികാരങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ മനസ്സുകൊണ്ട് അതിന് സന്തോഷം ദുഃഖമില്ല. അതാണ് ഞാൻ പറയുന്നത്. മനസ്സിന്റെ കുട്ടിക്കോ ഇനിയിപ്പോ ഒരു ആനയ്ക്ക് മനസ്സിന്റെ അല്ല, സന്തോഷമില്ല. അവര് സന്തോഷിക്കുന്ന കാണാറുണ്ടല്ലോ. നല്ല അത് സന്തോഷമല്ല. അതായത് ഒരു കമ്പ്യൂട്ടറിന് നമ്മൾ രൂപ എടുക്കുന്ന ഒരു ATM തെറ്റ് ചെയ്യാൻ പറ്റുമോ? ATM തെറ്റ് ചെയ്യാൻ പറ്റുമോ? ATM തെറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വരുന്ന എണ്ണം തെറ്റാവാൻ പറ്റില്ല. എന്നാ പോലെ മൃഗങ്ങൾക്ക് സേവ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത്. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് കിടക്കാനേ പറ്റില്ല. അല്ല, DNA എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. DNA ശരി, ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ച് DNA നടക്കുന്നത്. അതുകൊണ്ട് മൃഗങ്ങളിൽ മനസ്സില്ല. അത് അടിവരയിട്ട് ഉറപ്പിക്കണം. മനസ്സില്ല, ചിന്താശക്തി ഇല്ല. അപ്പൊ നമ്മള് മനുഷ്യനും മൃഗവും തമ്മിലുള്ള അന്തരം എന്താണെന്നുള്ള ചർച്ചയല്ല നമ്മുടെ തർക്കം. അത് നമ്മുടെ തർക്കമല്ല. നമ്മൾ കൊണ്ടുവരുന്ന വിഷയം എന്താ വെച്ചാല് മനസ്സ് എന്ന് പറയുന്ന സ്ഥാനത്തെ പറ്റി ചിന്തിക്കുകയാണ്. മനസ്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മള് ഈ സന്തോഷത്തിനെയും ദുഃഖത്തിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ദുഃഖം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ചിന്തിച്ചെന്ന വശീത്തിലേക്കാണ് നമ്മൾ വന്നത്. നമുക്കും അതൊരാവശ്യമാണല്ലോ. നമ്മൾ ബുദ്ധനൊക്കെ വിടും, എഴുതുകളിലും വിട്, ടെക്നിക്കുകളും വിട്, എല്ലാം വിടും, ചരിത്രവും ഇതിഹാസവും പുരാണവും. അപ്പൊ നമ്മള് സാധാരണ മനുഷ്യനെ ദുഃഖമില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? സാധാരണ മനുഷ്യന് ദുഃഖമില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? അവനെ മനസ്സില്ലാതാക്കിയ കൊണ്ട് കാര്യമില്ല. മനസ്സ് തീവ്രമാക്കണം. ദുഃഖമില്ലാതിരിക്കും, മനസ്സ് തീവ്രമാക്കണം. അതായത് മനസ്സില്ലാതായി കഴിഞ്ഞാൽ നമുക്കൊരു സിനിമ കാണാൻ പറ്റില്ല, TV കാണാൻ പറ്റില്ല. അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമില്ലാതാവണമെങ്കിൽ കുറച്ചെങ്കിലും സന്തോഷം കിട്ടണം. സന്തോഷം ഉണ്ടാകും. അത് ദുഃഖമില്ലാതാകണമെങ്കിൽ സന്തോഷം ഉണ്ടാവണം. സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അഹങ്കാരം വേണം, സ്വാർത്ഥത വേണം. അഹങ്കാരം സ്വാർത്ഥത ഉണ്ടായാൽ മാത്രമേ സന്തോഷം കിട്ടുള്ളൂ.